നമസ്കാരം. ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിൽ നിങ്ങളോട് അസൂയയുള്ളത് ആർക്കാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നല്ല, നിങ്ങളിൽ ചില ആളുകൾക്ക് ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഒരു റീഡിങ് ശരിയാവണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ നിങ്ങളോട് അസൂയപ്പെടുന്ന ഒന്നിൽ കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിയെയാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ, അതുപോലെ തന്നെ അയൽവാസികളോ, അങ്ങനെ ആരുമാവാം. അപ്പോൾ ആ ഒരു വ്യക്തി ആരാണെന്നൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാവാം. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എത്ര പ്രയത്നിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമവും, അതുപോലെ തന്നെ അവരെക്കാൾ നല്ല രീതിയിൽ മറ്റുള്ളവർ കഴിയുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലുമാണ് ഈ ഒരു വ്യക്തിയുള്ളത്. അവർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാൻ കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുന്നവരാണ്. പക്ഷേ ഒന്നുകൊണ്ടും അവർക്കൊരു നേട്ടവും കൈവരുന്നില്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലാതെ ജീവിതത്തിലും ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയോ അവർക്ക് വന്ന് ചേരുന്നില്ല. അവർക്ക് ചിലവ് കൂടുതലാണ്. പണം അവർക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിലും, പണം സമ്പാദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചിലവ് കാരണം അവർക്കതിന് സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം കൊണ്ടും, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി കൊണ്ടുമൊക്കെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനുമൊക്കെ ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. സ്വാഭാവികമായും അവരെക്കാൾ മികച്ച ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നതിനാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം അസൂയ നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ എപ്പോഴും അവരുടെ ശ്രദ്ധ നിങ്ങളുടെ മേലാണ് കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ അവർ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വന്ന് ചേരുമോ എന്നുള്ള ആശങ്ക അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാണ്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ട് എന്ന് അന്വേഷിക്കാറില്ല. കാരണം ആർക്കെന്തുണ്ടെങ്കിലും അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങളുടേത്. ഈ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതും. അതുപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ അവർ അത് മനസ്സിലാക്കുന്നുണ്ട്. അവരെപ്പോലെ തന്നെ പുരോഗതിയില്ലാതെ നിങ്ങളും കിടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ഒരു ധാരണ അവരിലുണ്ട്. പലരുടെയും മുന്നിൽ നിങ്ങളെ മോശമായിട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട്, നിങ്ങളെ താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കിടയിൽ അവരെക്കാൾ കൂടുതൽ പ്രശസ്തി, പരിഗണന, സ്നേഹം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അതൊന്നും ഒരു രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവാം.
എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ നിത്യജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അസുഖങ്ങളൊന്നുമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ആളാണെന്നാണ്. അപ്പോൾ അതും അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഇവിടെ നിങ്ങൾ ശരിയായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. നേരായ രീതിയിലാണ്, സത്യസന്ധമായിട്ടാണ് ഓരോ കാര്യവും നിങ്ങൾ ചെയ്യുന്നതും അതുപോലെ പ്രയത്നിക്കുന്നതും. ഈശ്വരനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. എന്നാൽ നേരെ മറിച്ച് അവർ ചിന്തിക്കുന്നത് ഏതു മാർഗത്തിലൂടെ ആയാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നാവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാൽ, ഈശ്വരാധീനം വേണ്ടുവോളം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. ദൈവത്തെ അറിഞ്ഞാണ് നിങ്ങൾ ജീവിക്കുന്നതും. ഈശ്വരാനുഗ്രഹമാണ് ജീവിതം നേരായ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും. നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നത്. ഭഗവാൻ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ ആരെല്ലാം നിങ്ങളുടെ മേൽ അസൂയപ്പെട്ടാലും അവിടെ അവർക്ക് നിരാശപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നു ചേരും എന്നല്ലാതെ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ മഹാദേവൻ്റെ സംരക്ഷണ വലയം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും സത്യസന്ധമായി ജീവിക്കുന്നതിലൂടെയുമൊക്കെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവുമെല്ലാം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ മനോധൈര്യം, തൻ്റെ ഇടം, ഇവയൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് എന്തിനേയും എതിർത്ത് നിൽക്കാനുള്ള, എന്തിനേയും തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾക്ക് ഭയമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളുടെ മേൽ അസൂയപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക. അപ്പോൾ ഇതായിരുന്നു ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം. ഇത്തരം വ്യക്തികൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത്തരം ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിംഗ് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.